Hey guys, welcome back to Travel. അപ്പോൾ ഇന്ന് ട്രാവൽ ഒന്നുമല്ല, കുക്കിംഗ് വീഡിയോ ആണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ദുബായിൽ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. ചിക്കൻ, വെജിറ്റബിൾസ് ഒക്കെ ബാക്കി വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ചെയ്യാമെന്ന് വെച്ച് ഫ്രൈഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ്. എന്തായാലും നമുക്ക് നേരെ പോയി വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ട റൈസ് 3 മുട്ട എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഗാർലിക്, ചിക്കൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പം നമുക്ക് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ. ചിക്കൻ ഫ്രൈ ചെയ്യാനാണ്. ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ ഓയിൽ. പാൻ ഓൾറെഡി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അതിലോട്ട് ചിക്കൻ ഇടാം. Chicken also has salt. ഇത്തിരി കുരുമുളക് പൊടി, ചിക്കൻ നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ടൊരു ബ്രൗൺ കളറായി. ഇപ്പോൾ ഏതാണ്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ മാറ്റാം. എന്നിട്ട് അതിലോട്ട് മുട്ട ഇടാം. അടുത്ത് നമുക്ക് 3 മുട്ടയുണ്ട്. മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാൾട്ട്. മുട്ട അങ്ങനെ ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ടയും മാറ്റാം.
ഇനി ചെറുപറ കാര്യങ്ങളൊക്കെ നടക്കും. റൈസ് കുക്ക് ചെയ്യാനുള്ള, ഫ്രൈഡ് റൈസ് ആക്കാനുള്ള പരിപാടിയാണ് ഇനി. അതിനാവശ്യമായിട്ടുള്ള ഓയിൽ. പാൻ ഓൾറെഡി ചൂടാണ്. നമുക്കതിലേക്ക് ഗാർലിക്, ഗ്രീൻ ചില്ലി പൊട്ടിച്ചെടുക്കുന്നു. അതിലേക്ക് ക്യാരറ്റ്, capsicum, ഇനി പെട്ടെന്ന് കാര്യം നടക്കും. ഇനി ഇതിലോട്ട് റൈസ് ഇടും, ആ ചിക്കനും മുട്ടയിടും. പിന്നെ സോസ് ആഡ് ചെയ്യുന്നില്ല, എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യും കഴിക്കുമ്പോഴത്തേക്ക്. ഇതൊന്ന് കുക്കായിട്ട് വരണം, ഇച്ചിരി ഒന്ന് കുക്കായിട്ട് വരണം. ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യേണ്ടത്. സ്പീഡായിട്ട് ഹൈ ഫ്ലെയിമിൽ. ഇത് ഗ്യാസ് അല്ല, ഇലക്ട്രിക്കാണ്. അതിൻ്റെതായ കുറവുകളും പാത്രത്തിൻ്റെ വലിപ്പത്തിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും. സൈഡിലൂടെയൊക്കെ ഇപ്പോൾ തെറിക്കും. ഏതാണ്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ മുട്ട ഫ്രൈ ചെയ്തത് അതിലോട്ട് ആഡ് ചെയ്യാം. ഇതിലൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ കളർഫുള്ളായ ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, വൈറ്റ്. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇടാം. ഇതിൽ പിന്നെ എന്ത് വേണോ ഇടാം. ബീഫ് ഇടാം, ഫിഷ് ഇടാം, പ്രോൺസ് ഇടാം. ആവശ്യത്തിനനുസരിച്ച് എന്ത് വേണോ ഇടാം. ഇതിൽ ഇടാനുള്ളൊരു കാര്യം നമ്മൾ ഇടുന്നില്ല, സംഭവം ഇല്ല. ഇത് കംപ്ലീറ്റ്ലി ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പരിപാടി കഴിയും നമ്മുടെ. ഇനി ഇതിലോട്ട് പെപ്പർ ആഡ് ചെയ്യാനുണ്ട്. സോസിനകത്ത് പറഞ്ഞതുപോലെ ആഡ് ചെയ്യുന്നില്ല. എൻ്റെ അറിവ് പ്രകാരം ഈ പൊട്ടുന്ന സൗണ്ട് കഴിയുമ്പോഴത്തേക്കാണ് ഈ ഫ്രൈഡ് റൈസ് റെഡിയാവുന്നത്. ഫ്രൈഡ് ആയിട്ട് വരും അപ്പോൾ സമയം. ഇതിൽ അങ്ങനെ ഫ്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ റൈസ് ഡ്രൈ ആയി പോകും. ഗ്യാസ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പെട്ടെന്നല്ല, ടൈം എടുക്കും അങ്ങനെ സൗണ്ട് ഇല്ലാതെ കിട്ടാനായിട്ട്. ഞാനിവിടെ വന്ന് ഫ്രൈഡ് റൈസ് എക്സ്പേർട്ടായി. ഇനി ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ മതി. പ്രോ ഒന്നൊരു ടോസ് ചെയ്യും. ഓവറോൾ റൈസിനും ചിക്കനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പെപ്പർ, പിങ്ക് സോൾട്ട്,
സൗണ്ട് കാരണം ഇതിട്ടിട്ടില്ല, ഇത് കൂടെ ഇടേണ്ടതാണ്. അല്ലെങ്കിൽ റൂംമേറ്റ്സൊക്കെ പിടിച്ചടിക്കുമെന്ന് സ്മെല്ല് പുറത്ത് പോയിട്ട്. ഹോട്ടലാണ്, അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ പാടില്ല. ഇത് അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ മാക്കാൻ ഇവിടെ ക്ലീൻ ചെയ്യേണ്ടതും കൂടെ ആവശ്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് എഴുതാണ്ടായിട്ടുണ്ട്, എടുക്കാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആണ്. ഇത് പെട്ടെന്ന് കഴിയും. റൈസ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിയും. കട്ട് ചെയ്യുന്നതായാലും കുക്ക് ചെയ്യുന്നതായാലും ഒക്കെ പെട്ടെന്ന് കഴിയും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫ്രൈഡ് റൈസ്. നേരത്തെ പറഞ്ഞത് ഗ്രീൻ ഒണിയൻ ഇടേണ്ടതാണ്, സ്പ്രിങ് ഒണിയൻ അതില്ല. അതോടെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഒനിയൻ്റെ ഫ്ലേവറോടെ കിട്ടുന്നത്. അല്ല, സോയാ സോസൊക്കെ ആഡ് ചെയ്യുന്നവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പെപ്പറൊക്കെ ആഡ് ചെയ്ത സമയത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. അപ്പോൾ നമുക്ക് ഇതുണ്ട് ആയിട്ടുണ്ട്, അണയ്ക്കാം. മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇച്ചിരി അലങ്കോല പണികളൊക്കെ സൈഡിൽ നടത്തിയിട്ടുണ്ട്. പരിപാടി എന്ന് അറിഞ്ഞൂടാ, എങ്കിലും സംഭവം നടത്തിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത്. കഴിച്ചിട്ട് ടേസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.